ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അയൽ സരിത കുക്ക് ആൻഡ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ബായൊക്കെ കഴിച്ചത് എങ്ങനെയാണെന്ന് എല്ലാം കാണിച്ചു തരുന്നത്. പൂത്ത നേന്ത്രങ്ങായി ബായക്ക. ഇപ്പം നേന്ത്രങ്ങായിൻ്റെ നല്ല സീസണല്ലേ. എല്ലായിടത്തും നേന്ത്രങ്ങായ്ക്ക് 30-35 കിലോ, 3.5 കിലോ തന്നെ 100 ഉറുപ്പ്യ. ഇങ്ങനെ മാർക്കറ്റിലെല്ലാം വേണത്ര നേന്ത്രങ്ങായ ഉണ്ടത്. എങ്ങനെ ഇക്കൊല്ലം ഇങ്ങനെ വന്നിനെന്നറിയില്ല. ഇഷ്ടംപോലെ നേന്ത്രങ്ങായ ഉണ്ട്. ഫസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ പാങ്ങലൊക്കെ ഊണ് എന്തെങ്കിലും റോഡ് സൈഡിലെല്ലാം തൂക്കിയിട്ട് വെച്ചിരിക്കുന്നല്ലേ. എത്ര വലിയ പീടിയെങ്കിലും നമുക്ക് റോഡ് സൈഡിൽ നിന്നല്ലേ കൊണ്ടുവന്നത് ഞങ്ങൾ. അപ്പോൾ ഫസ്റ്റ് നേന്ത്രങ്ങ പാങ്ങലെ ഈ ബായക്കനെ കയറ്റി പിന്നെ അതിൻ്റെ തോലെല്ലാം എടുത്തിട്ട് റെഡിയാക്കിയിട്ട് വെച്ചോളൂ. എന്തെങ്കിലും ഞങ്ങൾ ഈ ഒരു എന്ത് പറയുന്നതിന് ബായൊക്കെ കഴിച്ചത് നിങ്ങൾ തെക്ക് ഭാഗത്ത് പഴം പൂരി എന്ന് പറയുന്നത് തോന്നുന്നു. അത് ആക്കുമ്പോൾ ഇതിനെ എന്താക്കണം, തെളുപ്പായിട്ട് കട്ടാക്കണം. പിന്നെ നമുക്ക് നല്ല പൗത്തിട്ടിരിക്കണം. ഇത് പൗത്തിട്ടില്ലെങ്കിൽ അത് ടേസ്റ്റായിട്ട് കിട്ടുന്നില്ല ഞങ്ങൾക്ക് ഇടീ ബായക്കനെ ഇങ്ങനെ അതിനെ ലെയറായിട്ട് കട്ടാക്കുമ്പോൾ എണ്ണ ജാസ്തി വേണമെന്ന്. അപ്പോൾ ബായക്കനെ ഫസ്റ്റ് സെൻറ്ററിൽ നിന്ന് കട്ടാക്കും. പിന്നെ മൂന്ന് അല്ലെങ്കിൽ 4 ലെയറായിട്ട് കട്ടാക്കിയെങ്കിലും ആവും. ഈ ഒരു ബായക്കനെ ഒരു 6 അങ്ങനെ ആയിട്ട് കട്ടാക്കാം. ഇപ്പം നോക്കൂ, ഈ ബായക്കനെ ഫസ്റ്റ് നിങ്ങൾ റെഡിയാക്കിയിട്ട് വെക്കണം. വെച്ച പിന്നെ അതിന് നമ്മൾ എത്ര എല്ലാം മാവ് വേണം അതിനെ നോക്കിയിട്ട് അളവാക്കിയിട്ട് ഇടാം. ഇതിപ്പോൾ കട്ടാക്കിയിട്ടായാലേ ഇനി ഒരു പ്ലേറ്റ് എടുത്തോളൂ. പ്ലേറ്റ് എടുത്തിട്ട് 1 കപ്പ് കടലമാവ്. പിന്നെ ഇത് നമുക്ക് ഹെൽത്തിൻ്റെ നോക്കിയെങ്കിൽ ഈ ഇത് ഇടാം, ഗോധിപ്പൊടി ഇടാം. ഇല്ലെങ്കിൽ മൈദപ്പൊടി. ഇല്ലെങ്കിൽ ഒരു കപ്പിൽ പൊടി പാതി മൈദപ്പൊടി പാതി അങ്ങനെ മിക്സാക്കിയിട്ട് ഇടാം. ഗോധിപ്പൊടി ഹെൽത്തിന് നല്ലത്, മൈദപ്പൊടി ടേസ്റ്റ് അത്ര. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് നല്ല പാങ്ങലെ നൈസായിട്ട് മിക്സാക്കണം. എങ്ങനെ മിക്സാക്കണം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു തരിയില്ലാതെ പോലെ അതിന് വെള്ളം ഒഴിച്ച് ഫസ്റ്റ് കുറേ വെള്ളം ഒഴിക്കാൻ പോകണ്ട. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, പിന്നെ പൊടി ഇട്ടുകൊണ്ട് വരണം, പിന്നെ വെള്ളം ഒഴിച്ചുകൊണ്ട് വരണം, പൊടി ഇട്ടുകൊണ്ട് വരണം. അത്ര ആകുമ്പോൾ പൊടിയും വെള്ളം എല്ലാം ആകുമ്പോൾ കുറേ ആയിട്ട് അത് കുറേ ബാക്കിയാവും. അപ്പോൾ നോക്കിയിട്ട് അർജൻറ്റ് എന്താക്കണ്ട, മലേനെ നോക്കിയിട്ട് വെള്ളം പോർന്നിട്ട് അതിനങ്ങനെ ഇതില്ലാതെ തരിയില്ലാതെ നൈസിൽ കലക്കൂ. കയ്യിലെ കലക്കിക്കോളൂ, ഇല്ലെങ്കിൽ സ്പൂൺ എടുത്തിട്ടെങ്കിലും കലക്കിക്കോളൂ. ഇതെല്ലാം കലക്കിയിട്ടെല്ലാം പിന്നെ വേണമെങ്കിൽ വെള്ളം ഒഴിക്കും. ഇല്ലെങ്കിൽ കുറച്ച് വെള്ളമായിപ്പോയി എന്ന് പറഞ്ഞാൽ കുറച്ച് കടലപ്പൊടി എടുത്തിട്ട് ഇടുക. എന്തില്ല കുറേ പോകണ്ട, കുറേ ബാക്കിയായിപ്പോൾ അത് നാളാക്കിയെങ്കിൽ അത് ശരിയാകുന്നില്ല. ഇങ്ങനെല്ലാം ശരിയായിട്ട് നൈസായിട്ട് കലക്കിയ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഒരു 1/2 സ്പൂണ് മുളക് പൊടി ഇട്ടോളാം. വേണമെങ്കിൽ മാത്രം അത് ഇടണമെന്നിട്ടില്ല. എന്തറിയുക, കുറച്ച് കാരമാണ് മധുരത്തിൻ്റെയൊക്കെ കുറച്ച് കാരം ഉണ്ടെങ്കിൽ അതൊരു ടേസ്റ്റ് വേറെ ഒന്നുമില്ല. അപ്പോൾ ഒരു 1/4 സ്പൂണ്, 1/2 സ്പൂണ്, 3/4 സ്പൂണ് മുളക് പൊടി ഇട്ടോളൂ. ഞാൻ ഇവിടെ ചുവന്ന മുളക് പൊടി 1/2 സ്പൂൺ അത്രേ ഇട്ടത്. ഇപ്പോൾ ഇതിനെ കലക്കിക്കോളൂ. ഇതിനായിട്ട് പിന്നെ ഞാൻ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടിനി. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടിയിട്ട് പാങ്ങല കലക്കിയിട്ട് ഇപ്പോൾ നിങ്ങൾ കട്ടാക്കിയ ബായക്ക ഉണ്ടല്ലേ, ലെയറാക്കിയിട്ട് കട്ടാക്കിയാൽ ആ ബായക്കനെ നിങ്ങൾ മിക്സാക്കിയിട്ട് വെക്കണം. ഇപ്പോൾ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ വെക്കുമോ. അവിടെ എണ്ണ ചൂടാകുമ്പോൾ 10 മിനിറ്റ് ആണ്. ഇനി വേണമായിട്ട് ഒരു 10 മിനിറ്റ് വെക്കണമെന്നില്ല. അവിടെ എണ്ണ പാത്രമെല്ലാം ചൂടാകുമ്പോൾ 10 മിനിറ്റ് ആകുന്നില്ല. ഫസ്റ്റ് ഇങ്ങനെ ഞങ്ങൾ ഇപ്പോൾ മുറിച്ച ബായക്കനെല്ലാം ഇതിനിട്ടിട്ട് എല്ലാത്തിനും കറക്റ്റ് ഡിപ്പാക്കണം. എല്ലാത്തിനും കൊള്ളണം. ഇല്ലെങ്കിൽ പൂത്ത ബായക്കല്ല അത് വെറും ബെല്ല തന്ന പോലെ ആവും. അപ്പം നല്ല ഡിപ്പാണ് ഇത്. ഡിപ്പായിട്ട് നിങ്ങൾക്ക് ലാസ്റ്റിൽ എല്ലാം പാല ഡിപ്പാക്കി പിന്നെ ഒരു 1/4 സ്പൂണോ ഒരു 1/2 സ്പൂൺ ഇങ്ങനെ ജീരകം എല്ലാം ഒരു ബായക്കൻ്റെ പീസിൻ്റെ 2-3 ജീരകം കൊള്ളുന്ന പോലെ നിങ്ങൾ ഇങ്ങനെ ജീരകത്തിന് മീത്തായിട്ടിട്ട് പിന്നെ നല്ല മിക്സാക്കും. അത് എണ്ണയിൽ ഇങ്ങനെ വിടുന്നല്ലേ. അപ്പോൾ അതിനെ മിക്സാക്കിയെങ്കിൽ മതി. ഇപ്പോൾ നോക്കൂ, എല്ലാം ഇങ്ങനെ ആക്കിയിട്ട് വെച്ച പിന്നെ ഇനി ഒരു 2 നുള്ളു 3 നുള്ളു ജീരകം ഇട്ടങ്ങ് മതി. ജീരകം ഇട്ടിട്ടായ പിന്നെ നിങ്ങൾ പാത്രം ചൂടാക്കി വെക്കണം. പാത്രം എങ്ങനെ ചൂടാണെന്ന് പറഞ്ഞെങ്കിൽ പാത്രം തിളക്കണം. ഇന്ന് ഞാൻ സൺഫ്ലവർ എടുത്തത് എന്താണെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഒരിക്കൽ കായ്ച്ച എണ്ണ വേസ്റ്റാന്നല്ലേ. അപ്പോൾ ഈ തേങ്ങണൻ്റെ വിലയും കൂടിനല്ലേ. അപ്പം ഞങ്ങൾ എന്താക്കി, ഇന്ന് സൺഫ്ലവർ എണ്ണ എടുത്ത് പാത്രം നല്ല ചൂടായ പിന്നെ എണ്ണ നല്ല ചൂടാണ്. എണ്ണ നല്ല ചൂടായ പിന്നെ ഇത് ഇങ്ങനെ ഒന്നിനൊന്ന് വിട്ടിട്ടായ പിന്നെ എല്ലാം ഒരിക്കലും വിടേണ്ടത്. ഒന്നിനൊന്ന് പറ്റിക്കൊണ്ടിരുന്നെങ്കിൽ പിന്നെ അതിനെടുക്കാൻ ബുദ്ധിമുട്ട്, തിന്നതിന് പാങ്ങുന്നില്ല. ഒന്നൊന്ന് തിളച്ചുകൊണ്ട് വരുമ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കണം നിങ്ങൾ. എന്തറിയുക, നിങ്ങളെ ഫ്ലെയിം ചെറുതായെങ്കിൽ അതൊന്നിനൊന്ന് പറ്റിക്കൊണ്ടിരിക്കും. പറ്റിയെങ്കിൽ അത് പാങ്ങുന്നില്ല. ഇപ്പം നിങ്ങൾ എന്താക്കണം, ഒന്നിനെ ഇട്ടിട്ട് ഇങ്ങനെ നല്ല ഫ്രൈ ആക്കും.
ഇടയ്ക്കൊരിക്കൽ ഇങ്ങനെ നിങ്ങളെ ഒരു മറ്റേ കോരി ഉണ്ടല്ലോ അതിനിങ്ങനെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കോരിയിലിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുണ്ടോയെന്ന് നോക്കിക്കോളൂ. അല്ലെങ്കിൽ അത് ഒന്നിനൊന്ന് പറ്റക്കായല്ല പറ്റിയങ്ങത് ശരിയാകുന്നില്ല. ഇപ്പോൾ ഫ്രൈ ആയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ചൂടായി പിന്നെ അത് വേഗം ഈ പൂത്ത പായൊക്കെ വേഗം കളർ ഇങ്ങനെ കിട്ടുന്നു. നല്ല കളറ് കിട്ടിട്ടാകുമ്പോൾ അത് കാണാനും നല്ല പാങ്ങുണ്ടെന്ന് തിന്നാനും ടേസ്റ്റി ആയിട്ടുണ്ടെന്ന്. അങ്ങനെ ഇപ്പം നല്ല ഫ്രൈ ആയ പിന്നെ വേണമെങ്കിൽ ഒരിക്കൽ ഇങ്ങനെ നിങ്ങളെ കോരി കൊണ്ട് അതിനിങ്ങനെ ഒരിക്കൽ നോക്കൂ നിങ്ങൾ ഒട്ടിയിട്ടുണ്ടോ അത് അല്ല പറ്റിയിട്ടുണ്ടോയെന്ന്. അങ്ങനെ സൂപ്പറായ ഒരു ബായൊക്കെ കഴിച്ചത് ഇന്ന് റെഡിയാന്ന്. അതിന് ഞങ്ങൾ നോക്കിയിട്ട് എടുക്കണം, ഇല്ലെങ്കിൽ ബായൊക്കെ കൊടുന്നിട്ട് കായെങ്കിൽ വീട്ടിൽ വെക്കണം. നോക്കുന്നത് എങ്ങനത്തെ കളർ വന്ന് നോക്കൂ. ഇപ്പോൾ രണ്ട് ഭാഗത്ത് നല്ല പാങ്ങൽ ഫ്രൈ ആണോ. രണ്ട് ഭാഗത്ത് ഫ്രൈ ആയ പിന്നെ അതിനെ ഒന്നൊന്നിന് എടുത്താൽ മതി. ഏത് ഫസ്റ്റ് ഫ്രൈ ആയിന് ഒന്നൊന്നിന് എടുത്തോണ്ട് വരും നിങ്ങൾ. ഇല്ലെങ്കിൽ അത് ജാസ്തി ഫ്രൈ ആകുന്നു. ഫസ്റ്റ് ഇട്ടത് വേഗം ഫ്രൈ ആകുന്നല്ലേ. അങ്ങനെ ഒന്നൊന്നിന് എടുത്തോണ്ട് വരുമ്പോൾ ബാക്കി ഒഴിഞ്ഞതോടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ എല്ലാം നല്ലോണം ബ്രൗൺ ആകാനില്ല. ഞങ്ങൾക്കറിയുന്നല്ലത് എത്ര ബ്രൗൺ ആണെന്നത്. ഇപ്പോൾ കറക്റ്റ് ഉണ്ട് നോക്ക്. ഇപ്പോൾ ഒന്നൊന്നിനെ അങ്ങനെ എടുത്തിട്ട് കോരിയിട്ട് എടുക്കും നിങ്ങൾ. തീരെ അത് ഇതായിപ്പോൾ ഇങ്ങ് കരിഞ്ഞങ്ങ് പാങ്ങുന്നില്ല അത് തിന്നാൻ. ഇപ്പം നോക്ക് അതെടുത്തിട്ട് ഒരു ഒട്ട പാത്രമൊക്കെ ഇടും. അപ്പോൾ അതിൻ്റെ ചെറിയൊരു എണ്ണൻ്റെ ഇതും കൂടെ അതിൽ ഒഴിറ്റ് പോന്ന് എന്നെല്ലാം ഇതാക്കിയിട്ടിപ്പോൾ വെച്ചോളൂ. നോക്കൂ ഇപ്പോൾ നിങ്ങൾ എത്ര ഒരു നമ്മളെ ബായൊക്കെ കഴിച്ചത് റെഡിയായി. അങ്ങനെ വീട്ടിലത്തെ ഒരു ചായക്കെല്ലാം ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഒരു ഡിഷ് ഇത്. എല്ലാവരും വീട്ടിലാക്കി നോക്കണം കേട്ടോ. ഇപ്പം നോക്കൂ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു തിടുപ്പിൻ്റെ മീത്ത ഇടും ഞങ്ങൾ. തിടുപ്പിൻ്റെ മീത്ത ഇട്ടിട്ട് പിന്നെ അതിന് എടുത്തിട്ട് ഒരു പ്ലേറ്റിലിട്ടാൽ മതി. ചൂടെല്ലാം ആറിയ പിന്നെ ഇത് കുറച്ച് ചൂടാറിയ പിന്നെ തിന്നാൻ പാങ്ങാന്ത്. നോക്കുന്നത് എങ്ങനെ വന്നിന്ന് നോക്ക്. ഒന്നിനൊന്നും പറ്റിയിട്ടില്ല. എല്ലാം നല്ല പൂത്ത ബായൊക്കെ കൊടുത്തിട്ട് വീട്ടിലെല്ലാം ഇങ്ങനെ ആക്കണം. പിന്നെ എൻ്റെ ചാനലിന് നിങ്ങൾ സപ്പോർട്ട് ആക്കണം കേട്ടോ. എൻ്റെ ചാനലിന് ഭയങ്കര വ്യൂസ് എല്ലാം